അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പോ അന്റാർട്ടിക്ക ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ നമ്മൾ 7-ാം തീയതിയിലത്തെ ഷൂട്ടിംഗ് ആണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. വിനർ ബ്രേ എന്ന് പറയുന്ന സൗത്ത് ഷെഡൽ ഐലൻഡിലുള്ള അന്റാർട്ടിക്ക തന്നെ മെയിൻ പാർട്ടിലായിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമ്മൾ അവിടെയാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ തിരിച്ചു പോണ വഴിക്ക് 9-ാം തീയതി ഹോക്ക്ലാൻഡ് ഐലൻഡ്സ് എന്നും പറഞ്ഞിട്ട് സ്റ്റാൻലി, അതാണ് ആ സ്ഥലത്തിന്റെ പേര്, അവിടെ നമ്മൾ ചെല്ലുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് 2 ദിവസം കടൽ കഴിഞ്ഞ് 12-ാം തീയതി നമ്മൾ ഉറുഗ്വായിലെത്തും. ഇതാണ് നമ്മുടെ ട്രിപ്പ് പ്ലാൻ ഉള്ളത്. പക്ഷെ ഇതിന്റെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെ കടലിൽ കുറച്ച് റഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ ദിവസത്തെ പ്ലാനിങ്ങും തകിടം മറിഞ്ഞു. അപ്പൊ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നിപ്പോ ഇവിടെ 10-ാം തീയതിയാണ്, ഞങ്ങൾ കടലിലാണ്. നാളെ ഒരു ദിവസം കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7-ാം തീയതി മുതൽ ഞങ്ങൾ 11-ാം തീയതി വരെ കടലിലാണ്. അപ്പൊ ഏകദേശം 5 ദിവസത്തോളം ഞങ്ങൾ കടലിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്കയിൽ പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞൊരു 10-14 ദിവസമായിട്ട് ഞങ്ങൾ കടലിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ ശരിക്കുള്ള ഒരു ബോറടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എത്രത്തോളമാണെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബോട്ടിലോ ഒക്കെ മറ്റുള്ള വള്ളങ്ങളിലോ ഒക്കെ നമ്മളൊരു എന്റർടൈൻമെന്റിനോ ഒരു എൻജോയ്മെന്റിനോ വേണ്ടി പോകുന്ന പോലെയല്ല ശരിക്കും കടലിലുള്ള ജീവിതം. അപ്പൊ അത് എത്രത്തോളം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ലോകങ്ങളൊക്കെ കാണാം, ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാമെന്നല്ലാതെ ഒരുപാട് എന്താ പറയാ ദിവസം കടലിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രഷർ കാര്യങ്ങളൊക്കെ അതൊന്നും നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റൂല. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് നല്ല രീതിയിൽ ഈ തണുപ്പൊക്കെ സഹിച്ച് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉള്ളത് ഇപ്പൊ ഈ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഐലൻഡ് ആണ്. ഇവിടെ ഈ കാണുന്നത് ഗ്ലേഷ്യേഴ്സ് ആണ്. ഇതിന് ഏകദേശം ബില്യൺ കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ്. സ്ഥലത്തിന്റെ പേര് ക്യാപ്റ്റൻ ജോർജ് ഐലൻഡ്. ഇവിടെ ഒരുപാട് സയന്റിസ്റ്റുകളുടെ ഷെൽട്ടേഴ്സ് ഉണ്ട്. ഇവിടെയൊക്കെയാണ് ടൂറിസ്റ്റുകൾ ആയിട്ടുള്ള ആൾക്കാരും സയന്റിസ്റ്റുകളും ഒക്കെ വരുന്നതും. പിന്നെ ഇവിടെ മിലിറ്ററിയുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അവരുടെ ഷിപ്പിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ സയന്റിസ്റ്റ് കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഗ്ലേഷ്യേഴ്സിന് ശരിക്കും പറഞ്ഞ ഒരു ചെളിയുടെ കളറാണ്, ഇങ്ങനെ അഴുക്ക് മൂടി കിടക്കുന്ന ഒരു ഐസ് പോലെയാണ്. ഇവിടെ ഈ സയന്റിസ്റ്റുകൾ വന്ന് ഷെൽട്ടർ ചെയ്തിരിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈസി ആയിട്ട് താമസിക്കാൻ പറ്റും. അന്റാർട്ടിക്ക പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഇത് ഇവിടെ അനുഭവപ്പെടുന്നില്ല. അവിടെ നിന്നും ഒരു ദിവസം യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അത്ര ഐസ് മലകളില്ലെങ്കിലും ഇവിടെ ഗ്ലേഷ്യേഴ്സും അത്ര തന്നെ ഐസുകൾ ഇവിടെ തന്നെ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല ക്ലിയർ ആണ്. നമുക്ക് മലകളൊക്കെ കാണാം, പച്ചപ്പ് കാണാം. അപ്പൊ അങ്ങനെ നമ്മൾ അന്റാർട്ടിക്ക എന്നൊക്കെ വിട്ടു. ഒരു 5-6 ദിവസമായിട്ട് ഇപ്പൊ കടലിലാണ്. നല്ല റബ്സി ആയതുകൊണ്ട് ഇവിടെ നമുക്ക് പല പോർട്ടുകളും ക്യാൻസലായി. ഇന്നിപ്പോൾ 10-ാം തീയതി ഞങ്ങളിപ്പോൾ ഉള്ളത് കടലിലാണ്. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. കപ്പൽ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കുന്നുണ്ടോ, നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള വാട്ടറാണ്. അതേപോലെ തെളിഞ്ഞ അന്തരീക്ഷമാണെന്ന് പറഞ്ഞു. കാർമേഘങ്ങളൊന്നുമില്ല, നല്ല നീലാകാശം. പിന്നെ ഞങ്ങൾ നാളെ ഒരു ദിവസം കൂടി ഉണ്ട്. അന്റാർട്ടിക്കയിൽ നിന്ന് വിട്ടതിന് ശേഷം ഞങ്ങൾ കടലിൽ തന്നെയാണ്. ഏകദേശം അന്റാർട്ടിക്കയിലേക്ക് ചെല്ലുന്നത് തന്നെ അറിയാലോ, അത്യാവശ്യം നല്ലപോലെ യാത്ര ചെയ്തിട്ടാണ്. അപ്പോൾ ടോട്ടലായിട്ട് എനിക്ക് 2 ആഴ്ചയായിട്ട് 14 ദിവസത്തോളമായിട്ട് ഞങ്ങൾ കടലിലാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ട്. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. മറ്റന്നാളെ ഉറുഗ്വ എത്തുമ്പോൾ ഒന്ന് പുറത്തേക്ക് പോകണം. അവിടെയുള്ള ഏതെങ്കിലും കുറച്ച് സ്ഥലങ്ങളിലൊന്ന് കറങ്ങണം, എൻജോയ് ചെയ്യണം എന്നുള്ളതിലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഉറുഗ്വയിലെത്തുന്നവരെയുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.